ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഈ ദോശയുടെ മാവ് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാവുന്നതാണ്. ധാന്യങ്ങൾ കൊണ്ടാണ് ഈ ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയുടെ കൂടെ തന്നെ അരക്കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരക്കപ്പ് തുവരപ്പരിപ്പാണ്. അരക്കപ്പ് ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ധാന്യങ്ങൾ ചേർത്താണ് ഈ ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ധാന്യങ്ങളെല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ധാന്യങ്ങൾ കുതിരാൻ വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുതിരാൻ വേണ്ടിയിട്ട് 4-5 മണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ധാന്യങ്ങൾ കുതിരാൻ വച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുതിരാൻ വെച്ച വെള്ളം മാറ്റിയിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഈ ധാന്യങ്ങൾ ഒരുമിച്ചല്ല 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ജാറിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ദോശയ്ക്കുള്ള മാവ് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ധാന്യങ്ങളും നമുക്കിതുപോലെ തന്നെ അരച്ചെടുക്കാം. ധാന്യങ്ങളെല്ലാം 2 പ്രാവശ്യമായി അരച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പില, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാകും. ചൂടായ എണ്ണ പുരട്ടിയ തവയിലേക്ക് മാവ് കോരി ഒഴിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ ഞാൻ കനം കുറച്ചാണ് മാവ് പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ദോശയിൽ അല്പം ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുത്ത് നല്ല ക്രിസ്പിയാക്കി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ദോശ 1-2 മിനിറ്റ് നേരം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ദോശ തിന്നായിട്ട് പരത്തി അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദോശ കുക്കായി വന്നിട്ടുണ്ട്. തവയിൽ നിന്ന് മാറ്റാം. ബാക്കി മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഫെർമെൻറ്റേഷന് വയ്ക്കാതെ തന്നെ വളരെ ഈസിയായി ഈ ഹെൽത്തി ദോശ നമുക്ക് ചുട്ടെടുക്കാം. ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ ഹെൽത്തി ദോശ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.